Hello students, welcome back to Indian Writing in English. Now we are dealing with the second session of the poem Old Woman written by Arun Kolaktar. Before that, now let's have a quick recap on what we studied in the last class. In the last class, we discussed the first third stanzas of the poem or first three triplets of the poem. I already told you that there is an indifferent article "an" is used in the title of the poem, that is an old woman, and the indefinite article used in the poem. Uh, actually, by this we understood that we don't know or the poet don't know who is this woman, but the time we end the poem but the time we complete the poem, the woman would become very familiar to all of us. The particular woman teach a great lesson to all of us in our life. In the fifth stanza, in the fifth triplets, talk about the indifference, apathy, irritation, and indifference of the poet by the constant nagging of the woman. Okay, let's start. You turn around and face her with an air of finality. You want to end the farce when you hear her say, "What else can an old woman do on hills as wretched as this?" You look right at the sky, clear through the bullet holes she has for her eyes, and as you look on the crack that begin around her eyes, spread beyond her skin. Okay, now let's explain. In the fifth stanza, you turn around and face her with an air of finality. You എന്നുള്ളത് ഉപയോഗിച്ചത് എന്തിനാ നമുക്കറിയാം, നമ്മളെ റീഡേഴ്സിനും ഒരു ഇൻവോൾവ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ഈ ഒരു സെക്കൻഡ് പേഴ്സൺ യു ഉപയോഗിച്ചത്. പോയറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് നിങ്ങൾ ആ ഒരു സ്ത്രീയെ കൊണ്ട് കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ സ്ത്രീ നിങ്ങളടുത്ത് എന്താണ് പോവാതെ നമ്മളടുത്ത് 50 പൈസയും ചോദിച്ച് ഷ്രൈന് കാണിച്ചു തരാം, 50 പൈസ തരുമോ എന്ന് ചോദിച്ച് നിങ്ങളെ കൂടെ കൂടിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. യു ടേൺ അറൗണ്ട് ആൻഡ് ഫേസ് ഹെർ. വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും നോക്കുമ്പോഴും ഈ സ്ത്രീ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ, വിത്ത് ആൻ എയർ ഓഫ് ഫൈനാലിറ്റി. യു വാണ്ട് ടു എൻഡ് ദിസ് വോയിസ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ആ ഒരു ഫിഫ്ത്ത് സ്റ്റാൻസ ടോക്ക് അബൌട്ട് ദ ഇൻഡിഫറൻസ്, അപ്പതി, ഇറിറ്റേഷൻ ഓഫ് ദ പോയറ്റ് ബൈ ദ കോൺസ്റ്റൻറ്റ് നാഗിങ് ഓഫ് ദി വുമൺ. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനോട് ഈ സ്ത്രീയോടുള്ള ഈ ഒരു നാടകം, ഈ ഒരു ഫാഴ്സ് അല്ലേ, ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ള മട്ടിൽ അവിടെ മുഖം തിരിഞ്ഞ് കുറേ നിന്ന് നോക്കിയില്ലേ. അവളുടെ ചോദ്യങ്ങളോട് മുഖം തിരിഞ്ഞിട്ട് അതൊന്ന് ഫൈനലൈസ് ചെയ്ത് പോവാൻ നോക്കുമ്പോൾ വീണ്ടും ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ട് അല്ലേ. ആക്ച്വലി യു വാണ്ട് ടു എൻഡ് ദിസ് ഡ്രാമ, സോ ഹി വാണ്ട്സ് ടു എൻഡ് ദിസ് ഫാഴ്സ് അല്ലേ. ഹി ടേൺസ് ടു ഹർ വിത്ത് എ ഫൈനാലിറ്റി. അവളുടെ അടുത്തേക്ക് ഒരു ഫൈനാലിറ്റി, ഇതിനൊരു അവസാനം വേണം എന്ന നിലയിൽ തിരിഞ്ഞു നോക്കി. വെൻ യു ഹിയർ her say, "What else can an old woman do on hills as wretched as this?" ഈ ഒരു സിക്സ്ത് സ്റ്റാൻസയിലാണ് പോയറ്റിന് ഒരു മൊമെൻ്റ് ഓഫ് റിയലൈസേഷൻ വന്നത് അല്ലേ. ഒരു മൊമെൻ്റ് ഓഫ് റിയലൈസേഷൻ വരികയാണ് ഈ ഒരു സ്റ്റാൻസയിൽ. നമുക്ക് നോക്കാം. വെൻ യു ഹിയർ ഹർ സേ, "What else can an old woman do on hills as wretched as this?" എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇങ്ങനെയുള്ളൊരു കുന്നിൽ, ഒരു വയസ്സായി എനിക്ക് ശേഷിയില്ലാതായിട്ടുള്ള ടയേർഡായിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാനാവും? ദീസ് വേർഡ്സ് ടച്ച്ഡ് അറ്റ് ദ പോയറ്റ്സ് മൈൻഡ്. ഈ വേർഡുകൾ പോയറ്റിൻ്റെ മൈൻഡിൽ വല്ലാതെ അങ്ങോട്ട് തറച്ചു അല്ലേ. ആക്ച്വലി ദിസ് ഈസ് നോട്ട് ബെഗ്ഗിങ്, ആക്ച്വലി ദിസ് ഈസ് നോട്ട് ബെഗ്ഗിങ്, ആക്ച്വലി ഇറ്റ് ഈസ് എ സർവീസ് അല്ലേ. ഇതൊരു സർവീസാണ്, ഓഫറിങ് സർവീസസ് ആണ്. ദിസ് മൊമെൻറ്റ് ദ പോയറ്റ് ഗോട്ട് എ റിയലൈസേഷൻ. എന്താണ്? ഷീ ഈസ് ടയേർഡ്, ഹെൽപ്ലെസ്, ബട്ട് സ്റ്റിൽ ഷീ ഈസ് നോട്ട് ബെഗ്ഗിങ്, ബട്ട് ഷീ ഈസ് ഓഫറിങ് സർവീസസ് ടു ദ പീപ്പിൾ. അതാണ് ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ആ സ്ത്രീക്ക് ഒന്നും ചെയ്യാനില്ല, എന്നിട്ടും അത്രയും വയസ്സായിട്ടും അത്രയും ഹെൽപ്ലെസ് ആയിട്ടും ടയേർഡായിട്ട് പോലും ആളുകളോട് ചെറിയ പൈസ വാങ്ങിയിട്ട് ആ ഷ്രൈനിലെ ഹോഴ്സ്ഷൂ ടെമ്പിൾ അല്ലെങ്കിൽ കാൻഡോവ ടെമ്പിൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം, ഞാൻ നിങ്ങളെ സന്ദർശിക്കാനുള്ള ഗൈഡായിട്ട് ഞാൻ വർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആളുകളെ അല്ലേ. അത്രയും എന്താണ്, ഒരു
ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ട് തോന്നുകയാണ് നമ്മുടെ പോയറ്റിന്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രജുഡൈസസ്, മനസ്സിലുണ്ടായിരുന്ന മുൻ വിചാരണകൾ, ഈ സ്ത്രീയെ കൊണ്ടുള്ള ആ ഒരു വെറുപ്പ്, ആ ഒരു ഇൻഡിഫറൻസ്, അപ്പതി, ഇറിറ്റേഷനൊക്കെ ആയിരുന്നു ഫസ്റ്റ് 5 സ്റ്റാൻസകളിലും. 6th സ്റ്റാൻസയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന. വെൻ യു ഹിയർ ഹർ സേ വാട്ട് എൽസ് ക്യാൻ ആൻ ഓൾഡ് വുമൺ ഡു ഓൺ ഹിൽസ് ആസ് റച്ചഡ് ആസ് ദിസ് വേർഡ്സ് ടച്ച്ഡ് ദ പോയറ്റ്സ് മൈൻഡ്. ഈ വേർഡുകളാണ് പോയറ്റിൻ്റെ മനസ്സിൽ വല്ലാണ്ട് ടച്ച് ചെയ്തത്. ഇത് കേട്ട സമയത്ത് പോയറ്റ് ഒരു റീതിങ്കിങ് നടത്തുകയാണ് അല്ലേ. ഈ ഒരു സ്ത്രീ ഈ ഒരു മൊമെൻറ്റിലാണ് പോയറ്റ് ഗോട്ട് എ റിയലൈസേഷൻ. ആക്ച്വലി ഷീ ഈസ് ടയേർഡ്, ഷീ ഈസ് ഹെൽപ്ലെസ് അല്ലേ, ബട്ട് സ്റ്റിൽ ഷീ ഈസ് നോട്ട് ബെഗിങ് അല്ലേ. അവൾ ഒരിക്കലും ബെഗ് ചെയ്യല്ല ചെയ്യുന്നത്. ഷീ ഈസ് ഓഫറിങ് സർവീസസ് ടു പീപ്പിൾ. ഇവിടെ ഈ ഒരു സ്ഥലം മുതൽ പോയറ്റിൻ്റെ മനസ്സിൽ മാറ്റം വരാൻ തുടങ്ങുകയാണ്. പിന്നീടുള്ള വരികളിൽ ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് 5 ലൈനുകളിൽ ഇറിറ്റേഷന്, അപ്പതി, ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ടുവാർഡ്സ് ദ വുമൺ ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് നാഗിങ് ഓഫ് ദിസ് വുമൺ അല്ലേ. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ കുപ്പായത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ കാണിച്ചു തരാം, ആ ഹോഴ്സ് ഷൂ ടെമ്പിൾ ഞാൻ കാണിക്കാം, 50 പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൂടി നടക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്തത്, ഒരു ഇൻഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ബൈ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ, എന്താണ് എനിക്ക്, വയസ്സായ എനിക്ക് ഇതല്ലാതെ എന്ത് ചെയ്യാനാവും, ഇത്രയും മോശമായി റച്ചഡ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യാനാവും എന്ന ഈ ചോദ്യം പോയറ്റിൻ്റെ മനസ്സിൽ അങ്ങോട്ട് കൊള്ളുകയാണ് അല്ലേ. അതുമുതൽ പോയറ്റിനൊരു മറ്റൊരു ചിന്താഗതി വരികയാണ്. ശരിക്കും ഈ ഒരു പോയം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതൊരു മിസ് ജഡ്ജ്മെൻറ്റ് അല്ലേ, ഇതൊരു ജനങ്ങളുടെ ഒരു മിസ് ജഡ്ജ്മെൻറ്റിനെ തിരുത്തലാണ്. നമ്മൾ ഒരാളെക്കുറിച്ചും ഒരു കണ്ട മാത്രയിൽ ഒറ്റ നോട്ടത്തിൽ ആരെയും വിലയിരുത്തരുത്. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമേ ഒരാളെക്കുറിച്ച് വിധി പറയാൻ സാധിക്കുള്ളൂ, വിധി പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഈ ഒരു കവിതയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. Okay, you look right at the sky, clear through the bullet hole she has for her eyes. പിന്നീട് ആ ഒരു വയസ്സായ സ്ത്രീയിലൂടെ ഒരു സൗന്ദര്യം കാണുകയാണ്. ആ ഒരു സ്ത്രീയുടെ മനോഭാവത്തോടൊരു ഇഷ്ടം തോന്നുകയാണ്. ഒരു നല്ലൊരു പേഴ്സ്പെക്റ്റീവിൽ പോയിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. യു ലുക്ക് റൈറ്റ് അറ്റ് ദ സ്കൈ, ക്ലിയർ ത്രൂ ദ ബുള്ളറ്റ് ഹോൾസ് ഷീ ഹാസ് ഫോർ ഹെർ ഐസ്. ആ ആകാശത്തേക്ക് നിങ്ങൾ നോക്കൂ, ക്ലിയർ ആയിട്ട് ബുള്ളറ്റ് ഹോൾസിനെ കൊണ്ട് പോയിട്ട് കമ്പയർ ദ വുമൺസ് ഐ വിത്ത് ബുള്ളറ്റ് ഹോൾസ് അഗാധമായിട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഈ സ്ത്രീയുടെ കണ്ണുകൾ അഗാധത്തിലേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വാർദ്ധക്യം കൊണ്ട് അല്ലേ, വാർദ്ധക്യം കൊണ്ട് കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഷി ഹാസ് ഫോർ ഹെർ ഐസ് ആൻഡ് ആസ് യു ലുക്ക് ഓൺ ദ ക്രാക്സ് ദാറ്റ് ബിഗിൻ അറൗണ്ട് ഹെർ ഐസ് സ്പ്രെഡ് ബിയോണ്ട് ഹെർ സ്കിൻ. അവളുടെ മുഖത്ത് എന്തായിട്ടുണ്ട്? ക്രാക്കുകൾ വീണിട്ടുണ്ട്, ചുളിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഇവിടെ പോയറ്റ് നോട്ടീസ് ചെയ്യണത്? ഹിയർ ദ പോയറ്റ് നോട്ടീസ്ഡ് ഹെർ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലേ. പോയറ്റ് ക്രിയേറ്റ് എ ഡ്രീം ലൈക്ക് ആറ്റിറ്റ്യൂഡ് ഓർ എ ഡ്രീം ലൈക്ക് ഇമേജ് ഹിയർ. ഇവിടെ പോയറ്റിൻ്റെ ലേഡിയുടെ കണ്ണുകൾ ബുള്ളറ്റ് ഹോൾസിനെ പോലെ തീഷ്ണത തോന്നുകയാണ് അല്ലേ. ഇവിടെ മുതൽ പോയറ്റിൻ്റെ മനസ്സിൽ മാറ്റം തുടങ്ങിയിട്ട് ആ ലേഡി ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും നന്മ കാണാൻ തുടങ്ങുകയാണ് അല്ലേ. കണ്ണിൻ്റെ ഭാഗത്ത് ക്രാക്ക് പുറപ്പെട്ടിട്ട് അത് ടെമ്പിളിലേക്കും സ്കൈയിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സ്കിന്നിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്, അവിടുന്ന് ടെമ്പിളിലേക്ക് ഭൂമിയിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ, കാരണം അത്രയ്ക്കും അഗാധമായിട്ട് വാർദ്ധക്യത്തിലായിട്ടുണ്ട് ഈ സ്ത്രീ അല്ലേ. ആസ് യു ലുക്ക് ഓൺ ദ ക്രാക്സ് ദാറ്റ് ബിഗിൻ അറൗണ്ട് ഹെർ ഐസ് സ്പ്രെഡ് ബിയോണ്ട് ഹെർ സ്കിൻ. അവളുടെ ആ ക്രാക്കുകൾ സ്കിന്നിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹിൽസ് ക്രാക്ക് at the temples crack and the sky. അത്രയും സ്കൈ ആകാശം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻസ് അത്രയും വാർദ്ധക്യമായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈനുകൾ ഉപയോഗിച്ചത് കേട്ടോ. വിത്ത് എ പ്ലേറ്റ് ഗ്ലാസ് ക്ലാറ്റർ എറൗണ്ട് ദ ഷാറ്റർ പ്രൂഫ് കോൺ ഹൂ സ്റ്റാൻഡ് എലോൺ. എന്നിട്ടും ആ സ്ത്രീ ഒരു പ്ലേറ്റ് ഗ്ലാസ് ഷാറ്റർ പോലെ അറൗണ്ട് ദ ഷാറ്റർ പ്രൂഫ് ക്രോൺ എന്ന് പറഞ്ഞാൽ ഓൾഡ് വുമൺ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഷാറ്റർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു പ്രൊട്ടക്ഷനായിട്ട്. എന്നിട്ടും പ്ലേറ്റ് ഗ്ലാസ് ഷാറ്ററിന് ലോങ് ഗ്ലാസസ് അല്ലെങ്കിൽ സ്ട്രോങ് ഗ്ലാസ് യൂസ്ഡ് ഫോർ വിൻഡോയിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ് കണക്ക് ഗ്ലാസ്സിനൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന പോലെ ഈ ലേഡി ഇപ്പോഴും ജനങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാറ്റർ പ്രൂഫ് കോണായിട്ട് വർത്തിക്കുകയാണ് എല്ലാത്തിനും ഇടയിൽ. ആകാശം വിള്ളൽ വന്നിട്ടുണ്ട്, എന്താണ് അമ്പലങ്ങൾ വിള്ളൽ വന്നിട്ടുണ്ട്, ഹില്ലുകൾ വിള്ളൽ വന്നിട്ടുണ്ട്, സ്കിന്നിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ വാർദ്ധക്യത്തിൻ്റെ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ഷീ ആക്ട് ആസ് എ ഷാറ്റർ പ്രൂഫ്, അല്ലേ? ഷീ ആക്ട്സ് ആസ് എ ഷാറ്റർ പ്രൂഫ്. ഷീ ഈസ് ബിക്കമിങ് സ്ട്രോങ്. അവൾ സ്ട്രോങ് ആയിട്ട് ഷീ ഈസ് ഓഫറിങ് സർവീസസ് ടു ദി പീപ്പിൾ. എന്താണ് ഫിസിക്കലി ഓൾഡ് ആണെങ്കിലും ആ ഒരു സ്ത്രീ ഷാറ്റർ പ്രൂഫ് ആയിട്ട് നിലകൊള്ളുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് ഈ ഒരു വിൻഡോസിനൊക്കെ ഷാറ്റർ പ്രൂഫ്, ഈ വിൻഡോസിനൊക്കെ വെക്കുന്ന ഗ്ലാസ്സുകൾ ഷാറ്റർ പ്രൂഫ് ആണെന്ന് പറയും. അതുപോലെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട്, എല്ലാത്തിനും പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവൾ ഒറ്റയ്ക്കാണ്. ഹൂ സ്റ്റാൻഡ്സ് അലോൺ. ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ആ ഒരു ശക്തി ആ ഒരു സ്ത്രീക്ക് ചെറിയ പൈസ വാങ്ങിയിട്ടാണെങ്കിലും ജനങ്ങളെ സർവീസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കാൻ ഈ സ്ത്രീക്ക് സാധിച്ചത്. Next line, and you are reduced to so much small change in her hand. ഇതൊക്കെ കണ്ട സമയത്ത് പോയറ്റിൻ്റെ മനസ്സിലൊരു ഫീലിംഗ് വരികയാണ്, യു ആർ റെഡ്യൂസ്ഡ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ചെറുതായിരിക്കുന്നു, ഈ സ്ത്രീയുടെ മുന്നിൽ നിങ്ങൾ ചെറുതാണ്. ടു സോ മച്ച് സ്മോൾ ചേഞ്ച് ഇൻ ഹർ ഹാൻഡ്. ആ ഒരു ലേഡി കാണിച്ചു തന്ന ആ ഒരു പൈസയെക്കാളും ചെറുതായിരിക്കുന്നു, അല്ലേ? വല്ലാതെ ചെറുതായി കയ്യിലുള്ള ആ ചേഞ്ച് പോലെ, ആ ഒരു ലേഡിയുടെ ചേഞ്ച്, ആ ലേഡിയുടെ കയ്യിലുള്ള ആ ചേഞ്ച്, ആ നാണയത്തുണ്ട് പോലെ നിങ്ങൾ ചെറുതായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ആദ്യത്തെ സങ്കല്പങ്ങളൊക്കെ പോയറ്റിനൊരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നീട് ആ ഒരു സ്ത്രീയെ ഒരു അഭിമാനത്തോടു കൂടിയാണ് പോയറ്റ് പിന്നീട് ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു പോയട്രിയുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. യു ടേൺ അറൗണ്ട് ഹർ ഫേസ് ആൻഡ് ഹർ വിത്ത് ആൻ എയർ ഓഫ് ഫൈനാലിറ്റി. എന്താണ് ഈ ഒരു ഫിഫ്ത്ത് ലൈനിലും ഫിഫ്ത്ത് ട്രിപ്ലറ്റിലും പോയറ്റിൻ്റെ ഇൻഡിഫറൻസും അപ്പത്തിയും ഇറിറ്റേഷനും ഒക്കെയാണ് പോയറ്റ് കാണിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് നാഗിങ് ഓഫ് ദിസ് വുമൺ. വെൻ യു ഹിയർ ഹർ സേ വാട്ട് എൽസ് ക്യാൻ ആൻ ഓൾഡ് വുമൺ ഡു ഓൺ ദ ഹിൽസ് ആസ് റച്ചഡ്. ഈ ഒരു ചോദ്യം പോയറ്റിനെ വല്ലാണ്ട് അങ്ങോട്ട് എന്താക്കി, മനസ്സലിയിപ്പിച്ചു. മനസ്സിലൊരു മാറ്റം. ദ പോയറ്റ് ഗോട്ട് എ റീതിങ്കിങ് ബൈ ദിസ് ക്വസ്റ്റ്യൻ, അല്ലേ? എന്താണ് ഫസ്റ്റൊക്കെ പോയറ്റിന് തോന്നി ഹി വാണ്ട്സ് ടു എൻഡ് ദിസ് ഡ്രാമ, ഹി വാണ്ട്സ് ടു എൻഡ് ദിസ് ഫായ്സ് ആൻഡ് ടേൺ ഓൺ ഹർ ഫേസ്, അല്ലേ? വിത്ത് എ ഫൈനാലിറ്റി. ഇതിനൊരു അവസാനം വരണം, എനിക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിക്സ്ത് സ്റ്റാൻസ ഒരു റീതിങ്കിങ് ഉണ്ടായ സ്റ്റാൻസയാണ്. ദിസ് വേർഡ്സ് ടച്ച്ഡ് ദ പോയറ്റ്സ് മൈൻഡ്, അല്ലേ? ദിസ് മൊമെൻറ്റ് ദ പോയറ്റ്സ് ഗോട്ട് എ റിവിലേഷൻ, ഗോട്ട് എ റീതിങ്കിങ്. ദ ടയേർഡ് ലേഡി, ദ ഹെൽപ്ലെസ് ലേഡി, ബട്ട് ഷീ ഈസ് നോട്ട് ബെഗിങ്, ഷീ ഈസ് ഓഫറിങ് സർവീസസ് ടു പീപ്പിൾ. അതൊക്കെ കഴിഞ്ഞ സമയത്ത് വീണ്ടും ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. യു ലുക്ക് അറ്റ് റൈറ്റ് ദ സ്കൈ ക്ലിയർ ത്രൂ ദ ബുള്ളറ്റ് ഹോൾസ് ഷീ ഹാസ് ഫോർ ഹർ ഐസ്. അപ്പോൾ പോയിട്ട് കമ്പയർ ചെയ്യാണ് ഉമ്മൻ്റെ ഐസിനെ ബുള്ളറ്റ് ഹോൾസിനോട്. പിന്നീട് ആ ഒരു സ്ഥലം മുഴുവനും ആ ലേഡിക്ക് അത്രയും വയസ്സായിട്ടുണ്ട്. അവരുടെ ആ ഒരു ഓഫർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയെ, അവളുടെ ആ ഒരു സ്വയം അവളുടെ ജീവിതമാർഗത്തിന് ഏത് രീതിയിലായാലും ആളുകളോട് പറയിപ്പിക്കാതെ ക്യാഷ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ മാർഗം കണ്ടെത്തുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഓൾഡ് ലേഡിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ ഒരു സ്ത്രീയെ. അപ്പോൾ അവളുടെ ആ ക്രാക്കുകൾ ആകെ പടർന്നു പിടിച്ചിട്ടുണ്ട്, ടെമ്പിളിലും ഭൂമിയിലും എല്ലാം പടർന്നു പിടിച്ച് ിലും ഭൂമിയിലും ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ സ്ത്രീ ഒരു ഷാറ്റർ പ്രൂഫായിട്ട്, അല്ലേ? ഷീ ആക്ട് ആസ് എ ഷാറ്റർ പ്രൂഫ്. ആ ഒരു ലേഡി ഷാറ്റർ പ്രൂഫായിട്ട് നിലനിൽക്കുകയാണ്. ഷീ ഈസ് ബിക്കമിങ് സ്ട്രോങ് ബൈ ഗിവിങ് സർവീസസ് ടു പീപ്പിൾ. ആ ഒരു രീതിയിലാണ് ആ ഒരു സമയത്ത് പോയറ്റിന് തോന്നുകയാണ്, യു ആർ റെഡ്യൂസ്ഡ്. ദ പോയറ്റ് വാസ് റെഡ്യൂസ്ഡ് ലൈക്ക് എ സ്മോൾ ചേഞ്ച് ഇൻ ദി ഹാൻഡ് ഓഫ് ദി ഓൾഡ് വുമൺ. ആ ഒരു ലേഡിയുടെ കയ്യിലുള്ള ചേഞ്ച് പോലെ ഞാൻ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിപ്പോയി. കാരണം ദ പോയറ്റ് ആദ്യം ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ആണ് പോയറ്റ് ഉപയോഗിച്ചത്. ആ ഒരു സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കാരണം, യു റെഫേഴ്സ് ദ പോയറ്റ് ഹിംസെൽഫ്
ഓർ ദ റീഡേഴ്സ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇൻവോൾവ് ദ റീഡേഴ്സ്, ഇൻ ഓർഡർ ടു മേക്ക് ദ ഇൻ ഓർഡർ ടു ഇൻവോൾവ് ദ റീഡേഴ്സ് ഫോർ ദ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ആക്ഷൻ ഓഫ് ദ പോം. അതിനാണ് ഈ ഒരു പോയറ്റിൻ്റെ എല്ലാ ആക്ഷൻസും അതിൻ്റെ എല്ലാ വികാരങ്ങളും റീഡേഴ്സിനും കൂടി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കവിത വായിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ദ പോയറ്റ് ഈ ഒരു എന്താണ് യു എന്നുള്ള പ്രോനൗൺ ഉപയോഗിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യു റെഫേഴ്സ് ദ പോയറ്റ് ഹിംസെൽഫ്, അല്ലെങ്കിൽ നമ്മളെ റീഡേഴ്സ്, ഫോർ ഇൻ ഓർഡർ ടു ഇൻവോൾവ് ദ റീഡേഴ്സ് ടു മേക്ക് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ആക്ഷൻ ഓഫ് ദ പോയം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പോയട്രിയുടെ തീമാണ് ഹൗ അവർ പ്രജുഡൈസസ് മേക്ക് ആസ് ജഡ്ജ്മെൻ്റൽ. എങ്ങനെയാണ് നമ്മുടെ ആവശ്യമില്ലാതെ ജനങ്ങളെക്കുറിച്ചുണ്ടായ പ്രജുഡൈസസ്, എങ്ങനെയാണ് പ്രജുഡൈസസ് ജഡ്ജ്മെൻ്റൽ ആവുക എന്നുള്ളത്. വി ജഡ്ജ് പീപ്പിൾ നോട്ട് ഓൺ ദെയർ മെറിറ്റ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് അവർ പ്രീ കൺസീവ്ഡ് നോഷൻസ്. ആ ഒരു രീതിയിലാണ്, അല്ലാതെ നമ്മളെന്താണ് അവരുടെ മെറിറ്റ് വെച്ചിട്ടല്ല ജഡ്ജ് ചെയ്യേണ്ടത്, അവളെ മനസ്സിലാക്കിയിട്ടാണ്. ദർ ആർ ടു ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പോയം. വൺ ഈസ് ദ പോയറ്റ് ആസ് എ ടൂറിസ്റ്റ് ആൻഡ് ഓൾഡ് വുമൺ. രണ്ട് ക്യാരക്ടേഴ്സാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഒന്നാരാണ്? പോയറ്റാണ്, ടൂറിസ്റ്റ് ആയിട്ടുള്ള പോയറ്റ്, ആ ഒരു ജജൂറി ടെമ്പിൾ സന്ദർശിക്കാൻ പോയിട്ടുള്ള പോയറ്റ്. രണ്ടാമത്തത് ഓൾഡ് ലേഡി, ഓൾഡ് വുമൺ. ദ പോയം ഈസ് റിട്ടൺ ഇൻ സെക്കൻഡ് പേഴ്സൺ നരേഷൻ. യു റെഫേഴ്സ് ടു ദ റീഡർ ആസ് വെൽ ആസ് ദ പോയറ്റ് ആൻഡ് ടൂറിസ്റ്റ്. ഹി യൂസസ് ദ സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ യു ഇൻ ഓർഡർ ടു ഇൻവോൾവ് ദ റീഡേഴ്സ് ഇൻ ദ ആക്ഷൻ ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ പോം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചത്, എല്ലാ റീഡേഴ്സിനൊരു ഇൻവോൾവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ രീതിയിലൊരു സമ്മറിയാണ് ഇത്, നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എഴുതിയെടുക്കുക. എന്താണ്? സമ്മൺ മേ ബി വാക്കിംഗ് ആൻഡ് എ വുമൺ മേ ബി ഗ്രാബ്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിയിട്ട് എഴുതിയതാണ്. എന്താണ്? ഇൻ അരുൺ കൊലാക്തർ പോം ആൻ ഓൾഡ് വുമൺ ദ മെയിൻ തീം ഈസ് അബൌട്ട് കീപ്പിംഗ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പെർസ്പെക്റ്റീവ്. ഇൻ ദിസ് കേസ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ഹെർ ഹെറിറ്റേജ് ദ ലാൻഡ് ഫ്രം വിച്ച് ഷീ കംസ്. ആ ലാൻഡ് ലേഡി അവളുടെ ആ പൈതൃകം, എന്താണ് ആ ഒരു പൈതൃകം കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. നമ്മളെന്താണ്, നമ്മൾ എപ്പോഴും നമ്മുടെ പ്രജുഡൈസസ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തെയും വിലയിരുത്തരുത്. കീപ്പിംഗ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പെർസ്പെക്റ്റീവ്. എന്താണ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്തെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നിന്ന് ചിന്തിക്കണം. സമൺ മേ ബി വാക്കിംഗ് ആൻഡ് വുമൺ മേ ബി grab a hold of his or her sleeve. For a price, she will take what seems to be sightseer to nearby shrine. The man will not interested. He has seen the shrine before. However, the woman will be insistent. The man may want to dismiss her because she is an old woman, as they cling and won't let go. The man will turn about to end their association to put her in her place and demand that she leave. But she will look at him and explain that there is a little else left for an old woman to do in these hills where she abides. How can she live? She seems to imply. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമ്മറിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ജസ്റ്റ് റീഡ് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് എന്താണ് ഐ വിൽ സ്റ്റോപ്പ് മൈ സെഷൻ ഹിയർ. താങ്ക് യു.